നെറ്റ്ഫ്ലിക്സ് കൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ നല്ലൊരു കിടിലൻ സൈക്കോളജിക്കൽ ത്രില്ലറാണ് വാൾ ടു വാൾ എന്ന് പറഞ്ഞത്. ഞാൻ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സിൽ കണ്ട സമയത്ത് ഒരു ഹൊറർ മൂവി ആവുമെന്നാണ് വിചാരിച്ചത്. ഒരു ഹൊറർ ഫീൽ ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല, പക്ഷേ ഇത് ഹൊറർ മൂവി അല്ല, ലോജിക്കുള്ള മൂവി തന്നെയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് വലിയ എനിക്ക് ഫീൽ ചെയ്ത്, കാരണം ഇവർ ജോലി ചെയ്യണ്, ഒരു ട്രേഡിങ്ങിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കണത്, അങ്ങനെ എനിക്കത് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് അല്ല. ട്രേഡിംഗ് അല്ല, അത് വെച്ചിട്ട് ഇങ്ങനെ പൈസ അത് ഇത് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ത്രില്ലിങ് എലമെന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ നേരത്തെ ആവണമായിരുന്നു. ആ ഒരു തുടക്കത്തിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് സ്ലോ ആയിട്ട് തോന്നി, പിന്നെ അവിടെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇത് സെയിം ട്രേഡിങ് വെച്ചിട്ട് രീതിയിൽ കുറച്ച് ത്രില്ലിങ് സീനുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. കേട്ടില്ല സാധനം. പിന്നെ അതേപോലെ തന്നെ സിനിമ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു ഒച്ച തന്നെ കേൾക്കും. ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്, അപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ, അപ്പോൾ എടുത്തും മേലെയും താഴെയൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എവിടുന്നോ ഇങ്ങനെ എന്തോ ആൾക്കാർ നടക്കണ ഒച്ചയോ അതും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഈ പടത്തിൽ, കീട്ടിലം. അത് എന്തായാലും ഞാൻ പറഞ്ഞില്ല, അതിൽ ഹൊററല്ല എന്തായാലും, അത് ഞാൻ പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ടെക്നിക്കലി കിട്ടുവാണ്. അതായത് ഈ സിനിമ പോണ രീതി, അതിന്റെ വിഷ്വൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലാണ്, പക്ഷെ ഇതിൽ കൊടുത്തിട്ടുള്ള മ്യൂസിക്, ഇതിലത്തെ റൈറ്റിങ്, അതിനൊക്കെ ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ സിനിമ ഇഷ്ടമായി. പക്ഷെ പല സ്ഥലത്തും ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ആവറേജ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് എന്തോ അവർക്ക് ചിലപ്പോൾ വർക്ക് ആവാത്തതിന്റെ പ്രശ്നമാവും, ചിലപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ വർക്ക് ആവുള്ളൂ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിലാണ് വാൾ ടു വാൾ എന്ന് പറഞ്ഞ ഈ സിനിമ എനിക്ക് വർക്കായത്. കാരണം ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൊറർ ത്രില്ലർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂഡിലാണ് ഈ സിനിമ പോണത്. ഒരു കിടിലൻ ട്വിസ്റ്റും ഉണ്ട്. കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ ഒരു മെയിൻ ട്വിസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയണ ഒരു ട്വിസ്റ്റ് ഉണ്ട്, പക്ഷെ അത് ട്വിസ്റ്റാണ് ചോദിച്ചിട്ടില്ല. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മനസ്സിലായി? അപ്പം എനിക്ക് ഈ ഒരു മൂവി എന്ന് പറയുന്നത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ വേണ്ടി സാധിച്ചു. കാരണം സൈക്കോളജിക്കൽ ത്രില്ലർ എനിക്ക് ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുള്ളൂ, പക്ഷെ അത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സാധനം ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഈ ഒരു പടം എന്തായാലും ഒരു കിടിലം പടമായിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനം നെറ്റ്ഫ്ലിക്സിലുണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഡെഫിനറ്റായിട്ട് ഈ സിനിമ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.